പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് വേരിയബിൾ. ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എക്സ് = 5. ഇവിടെ എക്സ് എന്നത് ആ വേരിയബിളിൻ്റെ പേരും 5 എന്നത് ആ വേരിയബിളിൻ്റെ വാല്യൂവുമാണ്. ഇവിടെ = വെച്ചാണ് നമ്മൾ എക്സിന് 5 എന്ന വാല്യൂ കൊടുത്തത്. ഈ = സൈന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് എക്സ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 എന്ന് കാണാം. ഇവിടെ ഔട്ട്പുട്ട് ഇതാണ് ഔട്ട്പുട്ട് സ്ക്രീന്. പ്രിൻ്റ് എക്സ് വാല്യൂ 5 ആണ്. ചില റൂൾസ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്കൊരു വേരിയബിളിന് പേര് കൊടുക്കുവാൻ പറ്റത്തുള്ളൂ. ആ വേരിയബിളിൻ്റെ ഏറ്റവും ആദ്യത്തെ ലെറ്റർ ഒരിക്കലും ഒരു ഡിജിറ്റ് ആകരുത്, അതായത് ഒരു നമ്പർ ആകരുത്. 1x = 5 എന്ന് കൊടുത്ത് അത് റൺ ചെയ്ത് നോക്കിയാൽ അവിടെ ഒരു എററാണ് കാണിക്കുന്നത്, ഒരു സിൻറ്റാക്സ് എറർ. ഒരു വേരിയബിളിൻ്റെ നെയിമിൻ്റെ അകത്ത് അണ്ടർസ്കോർ ഒഴികെ മറ്റൊരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉപയോഗിക്കുവാൻ സാധിക്കത്തില്ല. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഒരു വേരിയബിളിനകത്ത് ഉപയോഗിക്കാം. ക്ലാസിൻ്റെ നെയിമുകളാണ് പൊതുവെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേരിയബിളിൻ്റെ നെയിമിനാണെങ്കിൽ ഒരിക്കലും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറില്ല. ഇനി മറ്റൊരു വേരിയബിൾ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് = hello. നേരത്തെ നമ്മൾ കണ്ടത് ഒരു നമ്പറായിരുന്നു. ഇവിടെ കൊടുത്തേക്കുന്നത് ടെക്സ്റ്റ് = hello എന്നാണ്. ഇതൊരു സ്ട്രിങ് ആണ്, സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു നൂലിൽ പല ക്യാരക്ടേഴ്സ് കോർത്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഈ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണ്, അതായത് സ്ട്രിങ് എന്നത് ടൈപ്പാണ്. ടൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ ടൈപ്പ് എന്ന ഫംഗ്ഷൻ, ഇതൊരു പൈത്തൺ ഫംഗ്ഷനാണ്. ടൈപ്പ് ഓഫ് ടെക്സ്റ്റ്, ഈ വേരിയബിളിൻ്റെ നെയിം കൊടുത്താൽ റൺ ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് റൺ ചെയ്യുമ്പോൾ ക്ലാസ് സ്ട്രിങ്. പൈത്തണിലെ എല്ലാ ഡേറ്റ ടൈപ്പും ഒരു ക്ലാസ് ആയിട്ടാണ് കാണുന്നത്. ഇത് സ്ട്രിങ് ക്ലാസ്, അതായത് ടെക്സ്റ്റ് എന്ന വേരിയബിളിൻ്റെ ടൈപ്പ് സ്ട്രിങ് str. പൈത്തണിൽ വളരെയധികം ടൈപ്പ് വേരിയബിളുകളുണ്ട്. അതിൽ ചിലത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്പേഴ്സ്. നേരത്തെ നമ്മൾ കണ്ടു x = 1 എന്ന് കൊടുത്ത്. അതുപോലെ 1, 2, 3 ഇങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സിനെ ഇൻറ്റിജർ int. ഇവിടെ x = 1, പ്രിൻറ്റ് ടൈപ്പ് ഓഫ് x. ഇത് റൺ ചെയ്യുമ്പോൾ കാണാം അത് int എന്ന ക്ലാസ്സാണ്. അതായത് ഈ വേരിയബിളിൻ്റെ ടൈപ്പ് int ആണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഹോൾ നമ്പേഴ്സ് മാത്രമല്ല, ചിലപ്പോൾ ഡെസിമൽസ് ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണത്തിന് 1.6 പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലോട്ട് എന്നാണ് കാണുന്നത്. അതായത് ഡെസിമലുള്ള നമ്പറുകളെ പൈത്തൺ ഫ്ലോട്ടായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ഫ്ലോട്ട് നമ്പറാണ്. അതുപോലെ തന്നെ ഇതൊരു ഫ്ലോട്ട് നമ്പറാണ്. അതായത് ഈ ഡെസിമൽ പ്ലേസസ് എവിടെ വേണമെങ്കിലും വരാം, ഫ്ലോട്ട് ചെയ്ത് നടക്കാം. അതുകൊണ്ടാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. നമ്പേഴ്സിൽ ഇൻറ്റിജറും ഫ്ലോട്ടും അല്ലാതെ മറ്റൊരു ടൈപ്പ് കൂടിയുണ്ട്. അത് ഇമാജിനറി നമ്പേഴ്സാണ്. നമ്മൾ സ്കൂളിലും മറ്റും ആൽജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ, അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. പൊതുവെ i എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിലും പൈത്തണിൽ j എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. പ്രിൻറ്റ് ടൈപ്പ് ഓഫ് x. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. അതായത് ഈ എക്സിൻ്റെ ടൈപ്പ് കോംപ്ലക്സ് എന്നാണ് കാണിക്കുന്നത്. ഈ കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ചുള്ള കാൽക്കുലേഷനൊക്കെ നമുക്ക് പൈത്തൺ വെച്ച് ചെയ്യാൻ സാധിക്കും. 1j × 1j, അതിൻ്റെ റിസൾട്ട് -1. അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയൽ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. j × j -1 ആണ്. സ്ട്രിംഗ് ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാം.
A is equal to hello. സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നത് ഡബിൾ കോട്ട്സ് വെച്ചോ സിംഗിൾ കോട്ട്സ് വെച്ചാണ്. B is equal to ഇത് രണ്ടും സ്ട്രിങ് ആണ്. ഡബിൾ കോട്ട്സ് വെച്ചും സിംഗിൾ കോട്ട്സ് വെച്ചും സ്ട്രിങ്ങിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് പ്രിൻറ്റ് 1 + 1 1 എന്നാണ് കിട്ടുന്നത്. അതായത് കോൺകാറ്റിനേഷൻ എന്ന് പറയും. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് പ്ലസ് ഓപ്പറേറ്ററാണ്. ഇതിപ്പോൾ സ്ട്രിങ് ആയതുകൊണ്ടാണ് ഈ പ്ലസ് കോൺകാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പം ഈ 1 ഡിജിറ്റും ഇതൊരു ഡിജിറ്റും ആയിരുന്നെങ്കിൽ റിസൾട്ട് വരുന്നത് 2 എന്നായിരിക്കും. ഈ സ്ട്രിങ്ങിന് പകരം ഒരു ഡിജിറ്റ് 1 ഇട്ട് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് എററാണ് കിട്ടുന്നത്. അതായത് ഇതൊരു സ്ട്രിങ് അല്ല, ഇതൊരു ഡിജിറ്റാണ്. അപ്പം ഒരു സ്ട്രിങ്ങും മറ്റൊരു സ്ട്രിങ്ങുമായിട്ട് മാത്രമേ കോൺകാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു എററായിരിക്കും കാണിക്കുന്നത്. അടുത്ത ടൈപ്പ് ബൂളിയൻസ് ആണ്. ബൂളിയൻസിൽ 2 വാല്യൂസേ ഉള്ളൂ. ഒന്നെങ്കിൽ A is equal to ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ 2 വാല്യൂസ് മാത്രമാണ് ബൂളിയൻസിൻ്റെ അകത്തുള്ളത്. ഈ എഫിന് പകരം സ്മോൾ എഫ് ആയിരുന്നെങ്കിൽ അത് നെയിമർ. അവിടെ ഫോൾസ് എന്നത് ഒരു വേരിയബിൾ നെയിമായിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ ബൂളിയൻ ആണെങ്കിൽ എഫ് ക്യാപിറ്റലായിരിക്കണം. ട്രൂവിൻ്റെയും ഫോൾസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. അതാണ് ഒരു ബൂളിയൻ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. പൊതുവെ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ബൂളിയൻസ് ഉപയോഗിക്കുന്നത്. അതായത് പ്രിൻറ്റ് 1 = 1 അതിൻ്റെ ആൻസർ ട്രൂ എന്നാണ് വരുന്നത്. ഇവിടെ 2 ഈക്വൽ ടു ആണ് ഉപയോഗിച്ചത്. ഇത് ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. നേരത്തെ നമ്മൾ ഒരു ഈക്വൽ ടു ഉപയോഗിച്ചപ്പോൾ അത് അസൈൻമെൻറ്റിന് വേണ്ടിയാണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിരുന്നു. ഇത് 2 ഈക്വൽ ടു 2 ഈക്വൽ ടു വന്നാൽ അതൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആയിട്ടാണ് കാണുന്നത്.